ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനോട് നാം ദുആ ചെയ്താൽ പോരാ, നാം ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹുമ്മ അതിഖ്നി മിനന്നാർ വഅദ്ഖിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അതിഖ്നി മിനന്നാർ, അല്ലാഹ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. വഅദ്ഖിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹ് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ റബ്ബേ. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, പ്രാർത്ഥന കൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ എവിടെ എടുത്തു നോക്ക് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. എല്ലായിടത്തും ആമനു വേണം, വഅമിലുസ് സ്വാലിഹാത്തി വേണം. ഒരു ആമനു കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധ്യമല്ല. വിശ്വാസം മാത്രമല്ല, വിശ്വാസത്തോടു കൂടി അമിലുസ് സ്വാലിഹാത്തി സൽക്കർമ്മങ്ങളും ചെയ്താലേ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പ്രവേശിക്കണം. അപ്പൊ നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെടും, സ്വർഗത്തിൽ ആര് പ്രവേശിക്കും എന്നതിനെ കുറിച്ച് നാം പഠിക്കണം. നരകത്തിൽ പ്രവേശിക്കാതെ രക്ഷപ്പെടുന്നവർ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആരാണ് എന്ന് നാം പഠിക്കണം. അവരുടെ ഗുണവിശേഷങ്ങൾ എന്താണ്, അവരുടെ സ്വഭാവങ്ങൾ എന്താണ്, ആരാണ് അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവര്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയുന്ന ഈ ഒരു പ്രഭാഷണമുണ്ടല്ലോ, ഒരു കണ്ണാടി പോലെയാണ്. നമുക്ക് തന്നെ സ്വയം ചിന്തിച്ചു നോക്കാം, ഞാൻ നരകവാസിയാണോ, ഞാൻ സ്വർഗവാസിയാണോ? ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്റെ കോലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം അവസാനിക്കുന്നതോടുകൂടി നമുക്ക് തന്നെ മനസ്സിലാകും, ഞാൻ നരകവാസിയാണോ, ഞാൻ സ്വർഗവാസിയാണോ? ഖുർആൻ എന്നോട് പറഞ്ഞ ഗുണങ്ങൾ എന്നിലുണ്ടോ? അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ ഗുണങ്ങളില്ലെങ്കിൽ അല്ലാഹ് ഞാൻ പരാജയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് വേവലാതി വേണ്ട. പ്രിയമുള്ളവരെ, അല്ലാഹു ഗഫൂറാണ്, ഗഫാറാണ്. ഈ പറയുന്ന വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരു പ്രയത്നം ഈ പരിശുദ്ധ റമദാനിൽ തുടക്കം കുറിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്. സാരിഊ, അതിവേഗം ശ്രമം നടത്തുക, ഇലാ മഗ്ഫിറ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക്, മിർ റബ്ബിക്കും, നിങ്ങൾക്കുള്ള റബ്ബിൽ നിന്നുള്ള, വജന്നത്തിൻ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക്, അർളുഹാ, അതിന്റെ വിശാലത, അതിന്റെ വിസ്തൃതി, അർളുഹസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമുള്ള സ്വർഗ്ഗമാണ്. ഒരു ഉപമയാണ് എന്റെ പ്രിയമുള്ളവരെ, ആകാശഭൂമികളോട് വിശാലം എന്ന് പറഞ്ഞാൽ ആകാശഭൂമിയേക്കാൾ എത്രയോ വിശാലമാണ്. ഈ ഭൂമി എന്തല്ലോ സ്വർഗത്തിലിട്ടാൽ കടലിൽ ഒരു മോതിരം ഇട്ടതുപോലെ അത്രയും വിശാലമാണ് നരകം എന്നുള്ളതും സ്വർഗം എന്നുള്ളതും. അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കോലം പറഞ്ഞു തരുന്നു മാത്രം. എന്നിട്ട് അല്ലാഹു പറയുന്നു, ആകാശഭൂമികളോട് വിശാലമുള്ള ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ കുതിച്ചു വരണം, അതിലേക്ക് നിങ്ങൾ വരണം. എന്നിട്ട് പറയുന്നത് ആർക്കുള്ളതാണെന്നും പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, ആ സ്വർഗം ആർക്കുള്ളതാണ്? ഖുർആൻ പറയുന്നുണ്ട്, ഉഇദ്ദത്തുൽ മുത്തഖീൻ. ആ സ്വർഗമുള്ളത് ഉഇദ്ദത്തുൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലായല്ലേ? സ്വർഗ്ഗാർക്കുള്ളത് മുത്തഖീങ്ങൾക്ക്, സ്വർഗ്ഗാർക്കുള്ളത് മുത്തഖീങ്ങൾക്ക്. ഇനി പഠിക്കേണ്ട ഒരേ കാര്യം, സ്വർഗ്ഗം ആർക്കുള്ളതെന്ന് പറഞ്ഞല്ലോ, നരകത്തിൽ രക്ഷപ്പെടുന്നവരാരെന്ന് പറഞ്ഞില്ല, ആര്? മുത്തഖീങ്ങൾ. മുത്തഖീങ്ങൾ രക്ഷപ്പെടും എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ അമീനാജ് പറഞ്ഞു, ഇനി പഠിക്കേണ്ടത് മുത്തഖീയാരെന്ന് പഠിച്ചാൽ മതി. ആ മുത്തഖീ ഒന്ന് ക്ലിയർ ആയി കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു. പഠിക്കണ്ടേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മുത്തഖീങ്ങളാണ്. ആ മുത്തഖീങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ തീർച്ചയായും രക്ഷപ്പെടും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ റഹ്മാൻ.
എന്തിനാണ് അള്ളാഹു റമദാൻ നൽകിയത്? ഈ 30 ദിവസം റമദാൻ അള്ളാഹു നൽകിയില്ല. എന്തിനു നൽകി? അറിയോ? എന്തിനാ റമദാൻ തന്നെ? മേജറെന്ന് കേൾക്കുമ്പോൾ എന്തിനാ റമദാൻ തന്നെ? ഇബാദത്ത് ചെയ്യാൻ. ഒരാൾ അങ്ങനെ പറഞ്ഞു, ഇബാദത്ത് ചെയ്യാൻ. വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാ? നമ്മളെ നസിച്ച് ഇബാദത്ത് ചെയ്യാന്ന് പറയും. എന്തിനാ റമദാൻ ഇതിന് തന്നെ നമുക്ക് കൊന്തു വേണ്ടേ? കൊന്തില്ലതിന് റമദാനെ കിട്ടിയിട്ട് എന്ത് വേണം? റമദാൻ അള്ളാഹു എന്തിന് തന്നു? എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യം? അള്ളാഹു ഖുർആൻ പറയുന്നു, റമദാൻ അള്ളാഹു തന്നത് എന്തിനറിയോ? ലഅല്ലകും തത്തഖൂൻ. അള്ളാഹു എന്തിനാ റമദാൻ തന്നെ? ലഅല്ലകും തത്തഖൂൻ. അള്ളാഹു റമദാൻ തന്നെ മുത്തഖീങ്ങളാവാനാണ് അള്ളാഹു റമദാൻ തന്നെ. മുത്തഖീങ്ങളാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ അള്ളാഹു നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് റമദാൻ തന്നെ. എന്നിട്ട് അള്ളാഹു റമദാൻ തന്ന് എന്നിട്ട് ആ മുത്തഖീങ്ങളായി ആയില്ലെങ്കിലോ റമദാൻ കിട്ടിയിട്ട് ഗുണമില്ല അല്ലേ? നമ്മൾ റമദാൻ തീരുമ്പോൾ മുത്തഖീങ്ങളാകൽ നിർബന്ധമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, റമദാൻ നിങ്ങൾക്ക് നൽകിയത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായി സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയാണ്. ഈ 30 ദിവസം കൊണ്ടല്ലോ പ്രിയമുള്ളവര്, നിങ്ങൾ മുത്തഖീങ്ങളാകണം. അതിനെ പരിശീലിപ്പിച്ച് അള്ളാഹു എടുക്കുന്നത് ഒരു 30 ദിവസത്തെ ക്യാമ്പ് അല്ലേ? 30 ദിവസത്തിൽ അള്ളാഹു നമ്മൾ മുത്തഖീങ്ങളായി എടുക്കുന്നു. ആരെ നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ഭാര്യ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? നമുക്ക് ഹലാലാണ് ഭാര്യ അല്ലേ? ഹലാലല്ലേ? എന്നാലും പരിശുദ്ധ റമദാൻ ഭാര്യയെ ചുംബിക്കാനോ അല്ലെങ്കിൽ ഭാര്യയുമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഏർപ്പെടുന്നില്ല അല്ലേ? ഹലാലല്ലേ? ഹലാലല്ലേ? ഹലാലായ ഒരു ഭാര്യയെ പരിശുദ്ധ റമദാൻ നമുക്ക് വെടിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ 1 മാസം നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മുടെ ശരീരത്തിന് അല്ലാഹു ശക്തി നൽകുന്നുണ്ടെങ്കിൽ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഹറാമിൽ നിന്ന് എന്തുകൊണ്ട് തടയാൻ സാധ്യമില്ല? ഹലാലായ പാല് നമ്മുടെ മുമ്പിലുണ്ട്, നാം കുടിക്കുന്നില്ല അല്ലെ? എന്നാൽ റമദാൻ കഴിഞ്ഞതിന്റെ ശേഷം ഹറാമെന്ത്? അള്ളാഹു അതിനുള്ള ഒരു പരിശീലനം റമദാനിൽ നൽകുന്നുണ്ട്. ഹറാം അടിയാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ട്, നിസ്കരിക്കാൻ എന്നെ കഴിയുന്നുണ്ട്. പിന്നെ എന്ത് സുബഹിക്കൊന്ന് എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരാൻ എന്നെ കൊണ്ട് സാധ്യമാണ്. നാളെ മുമ്പിൽ വഴിവ് കഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യമല്ല. ചില ആളുകൾ വന്നിട്ട് പറയും, അല്ലാഹ് ഞാൻ ആരായിരുന്നറിയോ? ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. എനിക്ക് എങ്ങനെ അവ്വൽ വക്ത് നിസ്കരിക്കാൻ പറ്റൂ? എനിക്ക് ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ മീറ്റിംഗ്, പിന്നെ അമേരിക്കയിലാണ്, അങ്ങനെ പല തിരക്കിലാണ്. ഞാൻ സംഘടനയുടെ പ്രവർത്തകനാണ്, ഞാൻ മറ്റൊരു പ്രവർത്തകനാണ്. എനിക്ക് എങ്ങനെ കൃത്യം നിസ്കരിക്കാൻ പറ്റുമല്ലോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമെ കൊണ്ടുവരും. അറിയോ സുലൈമാൻ നബിക്ക് കൊടുത്ത അധികാരം ഒരു ലോകത്തിന്റെ അധികാരം, ഒരു ഇന്ത്യയുടെയോ ഒരു അമേരിക്കയുടെ അധികാരമല്ല. ഈ ലോകത്തിന്റെ അധികാരം കൊടുത്ത് എന്നിട്ട് പോലും നിസ്കാരം ഉപേക്ഷിച്ചില്ലേ? നിസ്കാരം ഇബാദത്തിന് തടസ്സമായ തന്റെ കുതിരയെ എന്റെ ഇബാദത്തിന് തടസ്സമായി എന്ന ഒറ്റ കാരണം കൊണ്ട് അതിനെ അവിടെ തന്നെ അടിച്ചു കൊന്നതാണ്. അള്ളാഹുവിനോട് ഉപേക്ഷിച്ചപ്പോൾ അള്ളാഹു പകരം കൊടുത്ത് കാറ്റിന് വാഹനമായിട്ട്. അങ്ങനെയാണ്. ഇനി പിന്നെന്ത് പറയും? കാരണം അള്ളാഹു ഞാൻ രോഗിയായിരുന്നു എന്ന് പറയും. ആ സമയത്തോ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരും. ഈ അയ്യൂബ് നബിക്ക് കൊടുത്തപ്പോൾ രോഗം ആരും കൊടുത്തിട്ടില്ല. ജനങ്ങളെ വാറ്റ് പുറത്താക്കി. വല്ലാത്ത പരീക്ഷണല്ലേ? നിങ്ങൾക്ക് ആരും കിട്ടുന്നില്ല. എന്നിട്ട് അയ്യൂബ് നിസ്കാരം ഉപേക്ഷിച്ചില്ലല്ലോ. ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നിസ്കാരം രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ അല്ലാഹു ഈ പരിശുദ്ധ മുത്തഖീകളാക്കാൻ വേണ്ടി നൽകിയതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ ഗുണം, ഒന്നാമത്തത് എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇത് നമ്മിലുണ്ടോ? നാം രക്ഷപ്പെട്ട അല്ലാഹു ഇത് തൗഫീഖ് നൽകണേ റബ്ബേ, ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒന്നാമത്തെ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൻഫിഖൂ മിമ്മാ അൻഫിഖൂ അല്ലദീന അൻഫിഖൂ അല്ലദീന ഖുർആൻ പറയുകയാണ് ഫിസ്സറായി വദറാ. കാരണം പെട്ടെന്ന് ഒരുപാട് ആയത്തിലൂടെ തലയിലിരിക്കുമ്പോൾ ഒരു ആയത്തൊന്നും വേറെ ആയത്തിലേക്ക് കയറുന്നത്. ഒരുപാട് ആയത്ത് പഠിച്ചാൽ അതാ ബുദ്ധിമുട്ടാണ്.
الذين في السراء والضراء الذين ينفقون الذين ينفقون في سراء وضراء والقادرين الغيظ والعافين عن الناس. ഒന്നാമത്തെ ഗുണം ഏത്? الذين ينفقون في سراء وضراء. ഒന്നാമത്തെ ഗുണം മുത്തഖീങ്ങളുടെ എന്താണ്? കഷ്ടമാണ്, സന്തോഷമാണ്, നല്ല കച്ചവടമാണ്, നല്ല ബിസിനസ്സാണ്, കയ്യിൽ ഒരുപാട് സമ്പത്തുണ്ട്. എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്, ബിസിനസ് എല്ലാം തകർന്നു തരിപ്പണമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാരണം എല്ലാം നഷ്ടമായിരിക്കുന്ന സന്ദർഭത്തിൽ الذين ينفقون ആ സമയത്തും അതേ സമയത്ത് സന്തോഷവേളയിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരാ. ഒന്നാമത്തെ ഗുണം സമ്പത്ത് ചെലവഴിക്കാൻ മനസ്സിലാക്കുക. അത് വലിയൊരു ഗുണമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ല എന്നുള്ള വാക്ക് നമ്മുടെ നിഘണ്ടുവിൽ ഉണ്ടാകാൻ പാടില്ല. ഇല്ല, അതില്ല, അത് റസൂൽ ഇല്ലല്ലോ, റസൂൽ ആ സ്വഭാവമില്ലല്ലോ, ഹബീബിന് ആ സ്വഭാവമില്ലല്ലോ. പിന്നെ നമുക്ക് ഇവിടുന്നത് വന്നു. ഹബീബിനരികിൽ ഒരാൾ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ പാപിയാണ് നബിയേ. റസൂലല്ലാഹ്, ഞാൻ പാവപ്പെട്ടവനാണ്, തിന്നാൻ വകയില്ലാത്തവനാണ്. റസൂൽ ആരാണ്? 2 മാസമായി വീട്ടില് അടുപ്പിൽ കത്തിക്കാത്ത 2 മാസം റസൂലോട് പറയാം. റസൂൽ എന്ത് ചെയ്യും? ഉണ്ടെങ്കിൽ കൊടുക്കും. തന്റെ കയ്യിലുണ്ടോ? സമ്പത്ത് കൊടുക്കും. ഇല്ല എന്നുള്ള വാക്കില്ല. ആരെങ്കിലും കടം കിട്ടുമോ അവരോട് കടം ചോദിക്കും. ആ കടം അവരിലേക്ക് വാങ്ങിക്കൊടുക്കും. റസൂലിന് കടം കേട്ടിട്ടാരും കൊടുക്കുന്നില്ല. എന്നാൽ റസൂൽ പറയും, നിനക്ക് പരിചയമുള്ളവർ, നിനക്ക് വിശ്വാസമുള്ളവർ, നീ ചോദിച്ചാൽ നിനക്ക് കടം നൽകുന്നവരാരുണ്ടോ അവരോട് നീ കടം ചോദിക്ക്, അത് ഞാൻ വീട്ടിക്കൊള്ളാം. അതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ബിലാൽ റളിയല്ലാഹു അൻഹു പണി എന്താണ്? പള്ളിയിൽ ബാങ്ക് വിളിക്കുക. അത് മാത്രമായിരുന്നില്ലല്ലോ പണി. ബിലാൽ റളിയല്ലാഹു അൻഹു ജോലി എന്തായിരുന്നു? ഹബീബിന്റെ അരികിൽ വരുന്ന പാവങ്ങൾ, ഹബീബിന്റെ അരികിൽ വരുന്ന മിസ്കീന്മാർ, അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർക്ക് കടം വാങ്ങിക്കൊടുത്ത് റസൂലിനെ സഹായിക്കണം ബിലാൽ റളിയല്ലാഹു അൻഹു ജോലിയായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അരികിലുണ്ടല്ലോ ഒരു മുശ്രിക്കായ മനുഷ്യൻ വന്ന് പറഞ്ഞു, എങ്ങനെയാണ് റസൂലിന്റെ സ്ഥിതിഗതികള്? ഹബീബിന്റെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു ആ മുശ്രിക്കിനോട് പറയുന്നു, ഹബീബിന്റെ സ്ഥിതികൾ എന്താ? നാളെ എന്ന് പറഞ്ഞു ഒന്നുമില്ല ഹബീബിന്റെ വീട്ടില്, ഭക്ഷണം പോലുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്കും റസൂൽ ബുദ്ധിമുട്ടിലാണല്ലോ. എന്നാൽ ഞാൻ ധനികനാണ്, ഞാൻ സമ്പന്നനാണ്, എന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. ആരെങ്കിലും ഹബീബിനരികിൽ പാവപ്പെട്ടവർ വന്നെന്തെങ്കിൽ ചോദിച്ചാൽ, പണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം, ഒരു മുശ്രിക്കാം. സന്തോഷമായി ആരെങ്കിലും വന്നാൽ സഹായിക്കാമല്ലോ. അങ്ങനെ ആ ബിലാൽ റളിയല്ലാഹു അൻഹുണ്ടല്ലോ, എന്തെങ്കിലും സാമ്പത്തികമായ ആവശ്യം വന്നാൽ ആ മുശ്രിക്കിന്റെ അരികിൽ പോകും. ആ മുശ്രിക്കിന് പണം വാങ്ങിക്കും, പാവപ്പെട്ടവരെ സഹായിക്കും. ഒരു ദിവസമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ബിലാലിന്റെ അരികിൽ മുശ്രിക്കായ മനുഷ്യൻ വരികയാണ്. എന്നിട്ട് പറയുന്നു, കരുമ്പിയുടെ മകനെ, കറുത്തവനെ, വളരെ പരിഹാസമായി, വളരെ മോശമായ ശബ്ദത്തിൽ വിളിക്കുന്നുണ്ട് ബിലാലിനെ. വിളിച്ചിട്ട് പറയുന്നു, ബിലാലെ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണമുണ്ടല്ലോ ബിലാലെ, ഇനി 4 ദിവസം മാത്രമാണ് ബിലാലെ ബാക്കിയുള്ളത്. അതിന്റെ മുമ്പ് നീ എനിക്ക് തിരിച്ചു തന്നില്ല എങ്കിൽ ബിലാലെ, അന്ന് മുതൽ നീ എന്റെ അടിമയാണ് ബിലാലെ. ബിലാൽ അത്ഭുതപ്പെട്ടു. ബിലാൽ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, ഇങ്ങോട്ട് ആവശ്യപ്പെട്ട സമ്പത്ത് കേട്ടു ഇപ്പോൾ അടിമയാകും. ഇവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യും. റസൂലിനോട് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, നബിയെ ഇങ്ങനെ പറയുന്നുണ്ട് മുശ്രിക്, ഞാൻ എന്ത് ചെയ്യണം നബിയെ? എങ്ങനെയൊക്കെ സംഘടിപ്പിക്കാൻ പറ്റും പണം? അപ്പോൾ ബിലാൽ പറഞ്ഞു, ഒരു കാര്യമുണ്ട് നബിയെ, ഞാൻ അർദ്ധരാത്രി നാട് വിട്ടിട്ട് അയാൾക്കുള്ള പൈസ എല്ലാം ഉണ്ടാക്കി വരാം, എന്നിട്ട് അയാൾ കടം തീർച്ച കൊടുക്കാം. അങ്ങനെ റസൂലിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു അർദ്ധരാത്രി വെളുപ്പിന്റെ സമയമാകുമ്പോൾ
ഒരു വാളും എടുത്ത് ഒട്ടകപ്പുറത്ത് കയറി നാട് വിടാനുള്ള ശ്രമമാണ്. നാളെ മുതൽ ബിലാൽ അടിമയാക്കേണ്ടതാണ്. ബിലാൽ രക്ഷപ്പെടാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ, ബിലാൽ റളിയല്ലാഹു അൻഹു ഒരുങ്ങി പുറപ്പെടുമ്പോൾ ബിലാലിനെ ഒരാൾ വന്ന് പറയുന്നു, യാ ബിലാൽ പോകല്ലേ, വരൂ, ഹബീബ് വിളിക്കുന്നുണ്ട്, റസൂൽ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരൂ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു നേരെ റസൂലിന്റെ അരികിൽ വരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വരുമ്പോൾ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ്, ആ മദീനത്തെ മുറ്റത്ത് 4 ഒട്ടകത്തിലും വലിയ സമ്പത്തിന്റെ കൂമ്പാരം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. രാജാവ് ഹബീബിന് ഹദിയായി നൽകിയതാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുപോയാൽ സന്തോഷമായി. ബിലാൽ ഇങ്ങോട്ട് വരും, ബിലാലെ ഇതാ ഈ കാണുന്നത് നിറയെ സമ്പത്താണ്. ആർക്കെല്ലാം കടം കൊടുക്കാറുണ്ടോ അവരുടെ കടമെല്ലാം വിട്ടു, അവരുടെ കടങ്ങളെല്ലാം വിട്ടു. എന്നിട്ടും മികച്ചതുണ്ടെങ്കിൽ പാവങ്ങൾക്ക് ദാനം ചെയ്യും. അങ്ങനെ ബിലാൽ റളിയല്ലാഹു പെട്ടെന്ന് കടങ്ങളെല്ലാം വീട്ടി പാവപ്പെട്ടവരെ കണ്ടെത്തി എല്ലാം കൊടുത്ത് പിന്നീട് സമ്പത്തുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു വിളിച്ചുകൊണ്ട് ചോദിച്ചു, ബിലാലെ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ റസൂൽ വീട്ടിലേക്ക് പോകും. ബിലാലെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ബിലാലെ എന്ത് ചെയ്തു സമ്പത്ത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സമ്പത്ത് കുറച്ച് ബാക്കിയുണ്ട് നബിയെ, എന്തുകൊണ്ട് വിതരണം ചെയ്തില്ല എന്ന് ചോദിച്ചു. അതിന്റെ അവകാശികൾ കിട്ടില്ല നബിയെ. ഇല്ല, ഈ സമ്പത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തി തരണം, അതിന് എത്രയും പെട്ടെന്ന് പാവങ്ങൾക്ക് വിതരണം ചെയ്യണം നബിയെ. ഈ സമയത്ത് രാത്രി ആര് കിട്ടാനാ? എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോകൂല. റസൂൽ അവിടെ ഉറങ്ങി. കാരണം അത് എന്റെ ഉത്തരവാദിത്വമാവും. അങ്ങനെ ഉറങ്ങി. പിറ്റേന്നോ എന്റെ പ്രിയപ്പെട്ടവർ പെട്ടെന്ന് പിറ്റേന്ന് കേട്ട് സംസ്കാരം കൊടുത്തോ ആ വീട്ടിൽ. പിന്നെയാണ് റസൂൽ പോയത്. അങ്ങനെയായിരുന്നു. അതാണ് ഒന്നാമത്തെ ഗുണം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദറാ, സന്തോഷഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും പാവങ്ങളെ കഷ്ടപ്പെടുന്നവരെ എന്ത് ചോദിച്ചാൽ ഇല്ല എന്നുള്ള പ്രയോഗം എന്റെ പ്രിയപ്പെട്ടവരെ അത് സത്യവിശ്വാസിക്ക് പാടില്ലാത്തതാണ്. സഹായിക്കുക, സഹകരിക്കുക, അങ്ങനെ ഒരു മനസ്സ് നമുക്ക് തോന്നുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, രക്ഷപ്പെട്ട അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന്, ഇത് എന്റെ വകയല്ല, ഇത് എന്റെ വകയല്ല, വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഒന്നാമത്തെ മുത്തഖീങ്ങളുടെ ഗുണം അതാണ്. രണ്ടാമത്തെ ഗുണം വിശുദ്ധ ഖുർആൻ പറയുന്നു, അൽഖാദിമീനൽ ഗൈബ്, വൽഖാദിമീനൽ ഗൈബ്. രണ്ടാമത്തെ ഗുണം അതാണ്. ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ശക്തി ഒരാൾക്ക് കിട്ടിയാൽ അത് രണ്ടാമത്തെ ഗുണമാണ്. കോപം വരികയാണ്, ദേഷ്യം വരികയാണ്, ആ സമയത്ത് നിയന്ത്രിക്കാൻ തീരണം. ഒരാളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്, അവനൊക്കെ നിയന്ത്രിക്കാനുള്ള ശക്തി ഉണ്ടോ? ഈമാനുണ്ടോ എന്നാണ്. കുസ്തിയിൽ വിജയിക്കുന്നവൻ, മത്സരത്തിൽ വിജയിക്കുന്നവൻ അവരല്ല ശക്തനെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അവരല്ല നബി മുഹമ്മദ് മുസ്തഫ. ഇന്നമശ്ശദീദു, തീർച്ചയായും ശക്തനാരെന്നറിയുമോ? യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ അത് ഒതുക്കാനുള്ള ഒരു ശക്തിയുണ്ടോ അവനാണ് യഥാർത്ഥ ശക്തന്, അവനാണ് യഥാർത്ഥ മുത്തഖി, അവനാണ് സ്വർഗ്ഗാവകാശി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദേഷ്യം വരും, കോപം വരും, അതെല്ലാം പ്രതികരിക്കാനുള്ളതല്ല. നമ്മുടെ അവസ്ഥ എന്താണ്? നാം നിരന്തരം കായ്ക്കുന്ന റിപ്പോർട്ടുകൾ എന്താണ് അല്ലേ? നമ്മുടെ ഉപ്പിനങ്ങാടി പ്രദേശത്തല്ലേ തന്റെ പ്രിയപ്പെട്ട പത്നിയെ ഭർത്താവ് വെട്ടിക്കൊന്നു. എന്ത്? ദേഷ്യം വന്നു, നിയന്ത്രിക്കാൻ സാധിച്ചില്ല, വെട്ടിക്കൊന്നു. ഇത്രയാണ് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേഷ്യം വരുന്നു, നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ആത്മഹത്യ ചെയ്യുന്നു. ദേഷ്യം വരുമ്പോൾ പലതും ചെയ്തു പോകും. ദേഷ്യം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ, ഉഹദ് യുദ്ധത്തിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് ദേഷ്യം കൊണ്ട് ശത്രുക്കൾ കല്ലെറിയുന്നു. ആ ഒരു കല്ല് റസൂലിന്റെ മുഖത്തേക്ക് വീണു. എന്നിട്ടോ മുമ്പല് തെറിച്ചുപോയി, റസൂലിന്റെ മുമ്പല് തെറിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, മുമ്പല് തെറിച്ചപ്പോൾ റസൂലിന്റെ ദുആ എങ്ങനെയായിരുന്നു? ഏത് സ്ഥലമാണ്, ഏത് സാഹചര്യമാണ്? യുദ്ധമാണ്, യുദ്ധക്കളത്തിലാണ്. മുമ്പല്ലിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് റസൂൽ. ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹ് അറിവില്ലാതെ ചെയ്തതാണ് റബ്ബേ, അല്ലാഹ്
അറിവില്ലാതെ ചെയ്തതാണ് റബ്ബേ. കാരണം റസൂലിന്റെ ശരീരത്തിൽ വല്ല പോരിലേക്കാണ് അല്ലാഹുവിലേക്ക് ദേഷ്യം വരും. പിന്നെ ജിബ്രീൽ അങ്ങോട്ട് അയക്കും, അവർക്ക് ശിക്ഷ വിധിക്കും. അതല്ലേ ത്വായിഫിൽ നടന്നത്? ത്വായിഫിലേക്ക് റസൂൽ പ്രബോധനത്തിന് പോയി അല്ലേ? പ്രബോധനത്തിന് പോയപ്പോൾ പരിഹസിച്ചു. റസൂലിനെ മക്കളെ കൊണ്ട് ആന്തരം ഒളിപ്പിച്ചു, കല്ലെറിഞ്ഞു, റസൂലിന്റെ രക്തം വന്നു. ജിബ്രീൽ ഇറങ്ങി വന്നു, നബിയെ ഈ ത്വായിഫ് മരങ്ങളെ പിടിച്ചിടിച്ച് ഇവരെ നശിപ്പിക്കട്ടെ നബിയെ. പ്രിയമുള്ളവരെ, നിങ്ങളോട് പറയാണ്, ആർക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ പോവാം. ചില ആൾക്കാർക്ക് ഇങ്ങനെ കുറച്ച് കൂടുതൽ വയന്ന് പറയണം. ഇന്ന് കഴിഞ്ഞ ആഴ്ച സദർ ഉസ്താദ് വയന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞില്ല, കുറച്ച് ജാസ്തി ചെല്ലണ്ടേ ഉസ്താദ്, അങ്ങനെ കുറച്ച് ജാസ്തി ചെല്ലാന്ന് വിചാരിക്കണേ, വേണം നിർത്താം. അസർ വരെ ഞാൻ ഇരിക്കുന്നത്, ഞാൻ അസർ വരെ ചെല്ലാം. അസർ വരെ ഇരിക്കുന്ന അസർ വരെ ഞാൻ വേറെ ചെല്ലാം. അപ്പൊ നിങ്ങൾക്ക്